അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, അധ്യക്ഷന്മാരുകളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാനുഷിക ലക്ഷ്യങ്ങൾ വൈമാറി സഞ്ചരിക്കുന്ന ഈ ആധുനിക ലോകത്ത് ഒരു ചർച്ച അത്യാവശ്യമാണ്. കളങ്കപ്പെട്ട മനുഷ്യ മനസ്സ് എന്ന വിഷയത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമാഗതനായിട്ടുള്ളത്. അത് പറയാൻ എന്നെയും നിങ്ങളെയും തുണച്ച ഏകനാഥനായ അല്ലാഹുവെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹീനും വഹാൽ. സുഹൃത്തുക്കളെ, നൊന്ന് പ്രസവിച്ച ഉമ്മയുടെ വിളി കേൾക്കാൻ പോലും സമയം കണ്ടെത്താത്ത വിധം സോഷ്യൽ മീഡിയയിലും മറ്റും മുഴുകിയിരിക്കുന്ന ആധുനിക സമൂഹം തന്റെ സ്വന്തക്കാരുടെയും മറ്റുള്ളവരുടെയും സ്വകാര്യങ്ങൾ അവരറിയാത്ത ലോകത്തിന് മുമ്പിൽ പരസ്യമാക്കുന്നതിൽ കുട്ടികളുടെ സാന്നിധ്യം വളരെ അധികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വർണമെന്തെന്നോ ഇരുമ്പെന്നോ വൈദ്യുതി എന്തെന്നോ അറിയാത്തവരായി നമ്മുടെ പിതാമഹന്മാർ എന്നത് ആധുനികത ഏൽപ്പിച്ചു വെക്കുന്ന മനുഷ്യകളും ഒരുപക്ഷെ വിശ്വസിച്ചെന്ന് വരില്ല. ഇത്രയേറെ പുരോഗമന പാതയിൽ കൊതിച്ചുകൊണ്ടിരുന്ന ലോക മനുഷ്യരെല്ലാം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സൈബർ കുറ്റവാളികളാക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ശത്രുക്കൾക്കെതിരെയുള്ള ഒളിയമ്പുകൾ നിക്ഷേപിക്കാനുള്ള സംഘാതകമായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളും മറ്റും സൈബർ കുറ്റവാളികൾ അധികരിക്കുന്ന ഈ അനിയന്ത്രിത ലോകം എങ്ങുവരെ എത്തുമെന്ന് നമുക്കാർക്കും സങ്കല്പിക്കാനാവുകയില്ല. ലോകത്ത് 98% ജനങ്ങൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണെന്ന് കണക്കുകൾ മുഖേന നമുക്ക് മനസ്സിലാക്കാം. LKG പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ 90 വയസ്സ് വരെയുള്ള വൃദ്ധന്മാർ വരെ IT യുഗത്തിൽ അലിഞ്ഞു കയറുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നലെ ഞാൻ ഉറങ്ങിയതിനു ശേഷം ലോകത്ത് എന്ത് സംഭവിച്ചെന്നറിയാൻ വേണ്ടി മുഴുവൻ മെസ്സേജുകളും തിരയുകയാണ് ലോകത്തെ ഏകദേശ ജനങ്ങളും ചെയ്യുന്നത്. സൈബർ ലോകത്തിലൂടെ ഒരുപാട് നന്മയും അതിലേറെ തെറ്റുകളും പഠിച്ചുകൊണ്ടുവരുന്ന എന്റെ മുസ്ലിം സമുദായത്തിലൂടെ വേദനയോട് ഞാൻ പറയുന്നു, നാം ആരും അതിലൂടെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. സമയം എന്നത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അമൂല്യമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ഏറ്റവും തങ്ങൾ പറയുന്നു, ഭൂരിഭാഗം ജനങ്ങൾ രണ്ട് അനുഗ്രഹത്താൽ പരാജിതരാണ്. ഒന്ന് അവന്റെ ആരോഗ്യമാണ്, രണ്ട് അവന്റെ ഒഴിവ് സമയമാണ്. നാം ഇന്ന് കാണുന്ന പകലും രാത്രിയും ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി ഇസ്ലാമിക പ്രചരണം നടത്തൽ അനാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നിന്റെ അറിവ് മുസ്ലിങ്ങൾക്ക് അത്യാവശ്യമാണ്. മാത്രമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് കാലികമായ അറിവാണ്. അതുകൊണ്ട് തന്നെ ആധുനിക ലോകത്തെ മനസ്സിലാക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും അത്യാവശ്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം വിരാമം കുറിക്കുന്നു. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.